ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടൈഗർ ടച്ച് 2ൽ ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇപ്പം ഈ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് സേവ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ടോപ്പ് ഷാർപ്പിൽ നിന്ന് ഒരു പ്രസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് ഒരു പൊസിഷൻ കളർ കേട്ടോ. അടുത്തത് നമുക്ക് LED ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രൂപ്പ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഗ്രൂപ്പ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 20 LED ബാർ, ഒരു 20 ഷാർപ്പി, ഒരു 4 ബ്ലൈൻഡർ ഇവിടെ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LED ബാർ നമ്മൾ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയായിരിക്കും സെലക്ട് ചെയ്ത് കണ്ടോ ലൊക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്യും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 20 LED ബാർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തു കണ്ടോ. അപ്പം ഷാർപ്പി ആണെങ്കിൽ ഷാർപ്പി 10 എണ്ണം കണ്ടോ, 10 എണ്ണം ടോപ്പിലെ ഷാർപ്പി, 10 എണ്ണം ബേസിലെ ഷാർപ്പി, ബ്ലൈൻഡർ കണ്ടോ. ഇങ്ങനെയായിരിക്കും നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്കിനി എളുപ്പത്തിന് നമ്മളൊരു സിംഗിൾ ക്ലിക്കിൽ ഇപ്പം ടോപ്പ് ഷാർപ്പി, നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്ക് LED, ഫ്രണ്ട് LED, ലെഫ്റ്റ് സൈഡ് LED, റൈറ്റ് സൈഡ് LED, ടോപ്പ് ഷാർപ്പി, ബേസ് ഷാർപ്പി, അങ്ങനെ നമ്മൾ ഗ്രൂപ്പായിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിപ്പം ഈ 10 ഷാർപ്പി ടോപ്പിലെ LED ബാറാണ്. ഇത് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. നമുക്ക് ഇതിന് നമുക്കൊരു ഗ്രൂപ്പായിട്ട് സേവ് ചെയ്യണം. ഇപ്പം സെലക്ട് ചെയ്ത 10 LED ബാർ നമുക്കൊന്നും ചെയ്യേണ്ട, ഗ്രൂപ്പ് വരിക, ഗ്രൂപ്പിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കണ്ടോ, സേവ് ആയിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് കളിയിലെടുത്ത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തല്ലോ, ഒരുപാട് ടൈം പോയില്ലേ. ഇനി നമ്മൾ ഈ LED ബാറിൽ ഈ ഗ്രൂപ്പിൽ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുക, സെലക്റ്റായി ലൊക്കേറ്റ് ചെയ്യുക കണ്ടോ. ഇതാണ് ഗ്രൂപ്പ്. നമുക്ക് ഉദാഹരണം ടോപ്പ് LED, ഇത് ബേസ് ഇവിടെയാണ്, 2 സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 5 ഇവിടെ 5 അപ്പോൾ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം കണ്ടോ. ഇവിടുത്തെ ഇപ്പം ലെഫ്റ്റ് സൈഡ് നമ്മളിവിടെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പേര് കൊടുക്കാം. ലെജൻഡിൽ നമുക്കൊരു നെയിം ലെഫ്റ്റ് LED ബാർ, വീണ്ടും ഒരു ക്ലിക്ക് കൂടെ കണ്ടോ, ഇവിടെ നെയിം വന്നു. എക്സിറ്റ് ക്ലിക്ക് അടിച്ചു. നമ്മൾ അടുത്ത 5 സെലക്ട് ചെയ്തു, സിംഗിൾ ക്ലിക്ക്, റൈറ്റ് LED, RIGHT LED. ഓക്കെ, ഇപ്പം നോക്കിയോ, ഇത് ടോപ്പ് LED ലൊക്കേറ്റായി, ലെഫ്റ്റ് LED ലൊക്കേറ്റായി, റൈറ്റ് LED ലൊക്കേറ്റായി കണ്ടോ. നമുക്കിങ്ങനെ ഗ്രൂപ്പായിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ നമുക്ക് എല്ലാ LED ബാർ ഇപ്പം നമുക്ക് ഇപ്പം 10, 5, 5 നമുക്കിനിയിപ്പം ഫുള്ളായിട്ട് LED ബാർ ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഒരു ഗ്രൂപ്പ് കൊടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, LED ബാർ കണ്ടോ. ഇനി നമ്മളിവിടെ പേര് കൊടുത്തില്ല, നമുക്ക് ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണം. നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ലെജൻഡ് ക്ലിക്ക് ചെയ്യുക. ലെജൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സെലക്ട് ആവും. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ LED ബാർ, നമുക്കവിടെ പേര് മാറ്റി ടോപ്പ് LED എൻ്റർ അടിച്ചാൽ കണ്ടോ ടോപ്പ് LED. ഇനി ഇത് LED കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. ഇനി ഷാർപ്പി സെലക്ട് ചെയ്യാൻ വേണ്ടി 10 ടോപ്പ് ഷാർപ്പി
സിംഗിൾ ക്ലിക്ക് ലെജൻഡ് ടോപ്പ് ഷാർപ്പി, വീണ്ടും താഴത്തെ ബേസ് ഷാർപ്പി, ഷാർപ്പി, ഇനി ബ്ലൈൻഡർ, കണ്ടോ? ഇനി നോക്കിക്കൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സൈഡ് LED, ടോപ്പ് ഈ സൈഡ് ബ്ലൈൻഡർ, ഷാർപ്പി, ബേസ് ഷാർപ്പി. കണ്ടോ? നമുക്കിങ്ങനെ സിംഗിൾ ക്ലിക്കിൽ, നമ്മളിങ്ങനെ നടന്ന് ചെയ്യാതെ നമ്മളൊരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഷാർപ്പി നമ്മൾ ഒരു ഓഡ് ഈവൻറ്റിൽ സെലക്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ വേണമെങ്കിൽ നമ്മളൊരു, കണ്ടോ, ഇനി അത് സെലക്ട് ചെയ്ത് ആ ഷാർപ്പി മാത്രം ലൊക്കേറ്റ് ആകും. താഴത്തെ ആണെങ്കിൽ ഈ രണ്ടെണ്ണം മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കണ്ടോ, മേളത്തെ ലൊക്കേറ്റ് ഷാർപ്പി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാലറ്റൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് നോക്കിക്കാം, നമ്മുടെ ടോപ്പ് ഷാർപ്പി ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, ഒരു പൊസിഷൻ കൊടുത്തു, ഒരു കളർ കൊടുത്തു, കണ്ടോ? ഇനി നമുക്കൊരു ഗോ പോസ് വേണമെങ്കിൽ ഗോ പോസ് കൊടുക്കാം, ഗോ പോസ്. അടുത്ത് നമുക്കൊരു ബേസ് ഷാർപ്പി ലൊക്കേറ്റ് ചെയ്തു, വേറൊരു പൊസിഷൻ കൊടുത്തു, അതിന് വേണമെങ്കിൽ നമുക്കൊരു കളർ കൊടുക്കാം. കണ്ട, ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഷോർട്ട്കട്ടിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് ഓരോരോ പ്രോഗ്രാമായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു സെറ്റപ്പ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് പ്രസ് ചെയ്യുക, 5 സേവ് ചെയ്തു. ഓക്കെ, കണ്ടോ? നമുക്ക് എളുപ്പത്തിൽ ഇപ്പം ഇനി നമുക്കൊരു LED പാർ നോക്കാം. ടോപ്പ് LED ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രീൻ കളർ കൊടുത്തു. അടുത്ത് നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു ബ്ലൂ കളർ ആഡ് ചെയ്തു. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്ലൈൻഡറും വേണം. നമ്മൾ വീണ്ടും ബ്ലൈൻഡർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു, ലൊക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് സേവ് ചെയ്യുമ്പോൾ റെക്കോർഡ് 4 സേവ് ചെയ്യാം. ഓക്കെ, 4 കണ്ടോ? ഇതാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കണ്ടോ? നമ്മളിപ്പം ടോപ്പ് LED, ലെഫ്റ്റ് LED, റൈറ്റ് LED, ബ്ലൈൻഡർ, ടോപ്പ് ഷാർപ്പി, ആൾ ഷാർപ്പി, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുണ്ട്. ഇങ്ങനൊരു ഷാർപ്പി വയ്ക്കാം. കണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓരോരോ ഡിസൈൻ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.